ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൃഷ്ടി എന്ന വിഷയത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34:9 വായിക്കാം. 34:4 വായിക്കാം. അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കുക. ആരാണവൻ? നമ്മുടെ ദൈവം. സകലത്തെയും തൻ്റെ വാക്കാൽ സൃഷ്ടിച്ചവനും സകലത്തെയും തൻ്റെ കൈക്കീഴിൽ ആക്കിയവനും ആണ്. അവൻ എത്ര ഉന്നതനാണ്, അവൻ എത്ര മഹത്വാനാണ്. അവനിൽ ആണ് നാം വിശ്വസിക്കുന്നത്. വാക്യം 15. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. എത്രയോ ആശ്വാസകരമായ ഒരു അനുഭവമാണിത്. 1 പത്രോസ് 3:12 ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ ദുഷ്പ്രവൃത്തിക്കാരുടെ അവൻ പ്രതികൂലമായിരിക്കുന്നു. തകർന്ന ഹൃദയം നുറുങ്ങിയ മനസ്സും യഹോവ നിരസിക്കുകയില്ല. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും അവൻ വിടുവിക്കുന്നു. സംഗീതം 34:19 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. 2 തിമോഥെയോസ് 3:11 സുവിശേഷം അറിയിച്ച പല സ്ഥലങ്ങളിൽ പോയ പൗലോസും ബർന്നബാസും സുവിശേഷം ഘോഷിച്ചുകൊണ്ട് പിസിദ്യയിലെ അന്ത്യോഖ്യയിൽ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം അപ്പോസ്തല പ്രവൃത്തിയിൽ 13:14 മുതൽ 15 വരെ ഉള്ള ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. ആദ്യ ശബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ കേട്ടു. അടുത്ത ശബത്തിൽ വന്നപ്പോൾ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി. യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി പൗലോസ് അപ്പോസ്തലന് സംസാരിക്കുന്നതിന് എതിര് പറഞ്ഞു. ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ച് കളയുന്നതിനാൽ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് വളരെ സന്തോഷിച്ചു. ദൈവവചനം കേട്ട് വിശ്വസിച്ചു. വചനം ആ നാട്ടിൽ എങ്ങും വ്യാപിച്ചു. യഹൂദന്മാർ ഭക്തിയുള്ള മാന്യസ്ത്രീകളെയും പട്ടണത്തിലെ പ്രമാണികളെയും പൗലോസിൻ്റെ നേരെ ഉപദ്രവമുണ്ടാക്കി. പ്രമാണികളെ ഇളക്കി പൗലോസിൻ്റെ നേരെ ഉപദ്രവമുണ്ടാക്കി. അവനെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവൻ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു. ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ആ ഒരു സ്ഥലത്ത് ഉപദ്രവം ഉണ്ടാകുമ്പോൾ കാലിലെ പൊടി തട്ടി കളഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ധാരാളം എതിർപ്പുകൾ ഉണ്ടായി. എങ്കിലും അവിടെ ധാരാളം പേർ വിശ്വസിക്കുവാൻ ദൈവം ഇടയാക്കി. എങ്കിലും അവിടെയും അവരെ അവമാനിക്കുവാനും കല്ലെറിയുവാനും ഭാവിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി സുവിശേഷം അറിയിച്ചുകൊണ്ട് പോന്നു. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എങ്കിലും കർത്താവ് അവരെ വിടുവിച്ചു. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. അതേ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ശോധന ചെയ്യാം? സുഖമായി വീട്ടിലിരുന്ന് പ്രവർത്തിക്കുന്നതിനല്ല, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിൽ തന്നെ നാം വിശ്വസ്തരാണോ? ദൈവം നമ്മോട് കരുണ കാണിക്കട്ടെ. യഹോവയുടെ കണ്ണ് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അവങ്കിലേക്ക് നോക്കാം, അവനിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും വീണ്ടെടുക്കുവാനുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുക. നമ്മുടെ എത്ര വലിയ പാപങ്ങളും കർത്താവ് ക്ഷമിക്കും. നമ്മുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും വെണ്മയെ പോലെ ആക്കുമെന്നാണ് വാഗ്ദത്ത വിഷയം. അതുകൊണ്ട് ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. അവനെ കൈക്കൊണ്ട്
അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പശുവിൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ തക്കോണം ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.